പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. എല്ലാം സാധ്യമാകുന്ന നമ്മുടെ ദൈവത്തെ, പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ദൈവമേ, ഞാനങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ നന്ദി പറയുന്നു, യേശു നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ ഞാനങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 68-ാം തിരുവാക്യം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആ ദൈവത്തിന് നമ്മൾ കൃതജ്ഞത അർപ്പിക്കണം. അവിടത്തേക്ക് മാത്രമേ കൃതജ്ഞത അർപ്പിക്കാവുള്ളൂ. എല്ലാറ്റിനും എപ്പോഴും നമ്മുടെ പിതാവായ ദൈവത്തിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൃതജ്ഞത അർപ്പിക്കണം. ഇത് നമ്മുടെ കടമയാണ്. തിരുവചനമനുസരിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അവിടത്തേക്ക് നന്ദി പറയണം. അനുദിനം നമ്മളെ താങ്ങുന്ന നമ്മുടെ ദൈവത്തെ നമ്മൾ വാഴ്ത്തണം. ആ നല്ല ദൈവം നമ്മളെ സന്ദർശിച്ച് രക്ഷിച്ചു. അവിടുന്ന് എൻ്റെ ദൂതനെ അയക്കുകയല്ല ചെയ്തത്. ആ നല്ല ദൈവം നമ്മളിലേക്ക് ഇറങ്ങി വന്നു, നമ്മളെ സന്ദർശിച്ചു. നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി കുരിശിൽ തൂങ്ങി മരിച്ചു. അത്രമാത്രം നമ്മളെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അനുതപിച്ച് പശ്ചാത്തപിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയണം. അവിടുന്നാണ് നമ്മുടെ രക്ഷ. അവിടുന്ന് മാത്രമാണ് നമ്മുടെ രക്ഷ. ആ രക്ഷകനായ യേശുവിൽ വിശ്വസിക്കണം. ആ ദൈവത്തെ നമ്മൾ ശരണപ്പെടണം. ആ ദൈവത്തിൽ ആശ്രയിക്കണം. ഈ നല്ല പ്രഭാതത്തിൽ നമ്മുടെ കൂടെയുള്ള നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ദൈവമേ, ഞാനങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, കരുണയായിരിക്കണമേ. ഈശോയെ, ഇനി വചനം ശ്രവിച്ച എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവെ, കരുണയായിരിക്കണമേ. അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങളെ ഞങ്ങളുടെ നീട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തി, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കാൻ അവിടുത്തെ കൈകൾ നീട്ടണമേ. ഇപ്പോൾ തന്നെ അവിടുത്തെ കൈകൾ ഓരോരുത്തരുടെ മേലും നീട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലത് കരം നീട്ടി അങ്ങയുടെ ആണിപ്പാടുള്ള കരങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ മേൽ നീട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഇടപെടണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, അമ്മയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോ നന്ദി പറയാൻ ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ.